എല്ലാവർക്കും നമസ്കാരം. സർപ്രൈസ് യു പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നതിൽ പോലെയാണ് ഇവിടെയും നമ്മൾ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. First question, which document was considered as the Magna Carta of English education in India? Correct answer option C ആണ്, വുഡ്സ് ഡെസ്പാച്ച് ആണ്. Question 2, British governor who introduced dual government system in Bengal? Answer option D, Robert Clive. Who was the first person to offer individual satyagraha? Answer option A, Vinoba Bhave. Next question, Treaty of Srirangapatnam was the result of? Answer option C, Third Anglo-Mysore War. Governor General who brought General Service Enlistment Act? General Service Enlistment Act introduced by Lord Canning ആണ്. Answer option B, Lord Canning. Next, the Treaty of Siguli defined the relations of British India with which among the following neighbors? Answer option B, Nepal. Burma was separated from India in the year? Answer option B, 1935. Which ruler of South India planted the Treaty of Liberty? Treaty of Liberty was planted by? Answer option D, Tipu Sultan. Next, which Mughal emperor was known as Rangila? Answer option D, Muhammad Shah. Next question, who was the first martyr in 1857 revolt? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ, മംഗൽ പാണ്ഡെ. The famous slogan "Back to the Vedas" was given by? Answer option B, Dayananda Saraswati. Next, the Theosophical movement was started by? Theosophical movement was started by? Answer option D, Madame H.P. Blavatsky and Olcott. Who called the Congress a factory of sedition? Answer option B, Lord Dufferin called the Congress a factory of sedition. The famous pledge movement was related to? The pledge movement was implemented to eradicate child marriage. So answer option C, child marriage. Treaty of Aix-la-Chapelle was the result of? Answer option A, First Carnatic War.
The famous Tolstoy farm was set up by answer option A, Mahatma Gandhi. Mark the incorrect statement. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? സേവാ സദൻ വാസ് ഫൗണ്ടഡ് ബൈ ഗണേഷ് അഗാർക്കർ. പരമംസ മണ്ഡലി വാസ് ഫൗണ്ടഡ് ഇൻ മഹാരാഷ്ട്ര. ദർപ്പൺ വീക്ക്ലി സ്റ്റാർട്ടഡ് ബൈ ബാലശാസ്ത്രി ജംബേദ്കർ. ഗോപാൽ ഹരി ദേശ്മുഖ് ഈസ് നോൺ ആസ് ലോകഹിതവാദി. ഇതിൽ റോങ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. സേവാ സദൻ വാസ് ഫൗണ്ടഡ് ബൈ BM മലബാറിയാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് റോങ് ആൻസർ. അഹമ്മദിയ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ആൻസർ ഓപ്ഷൻ ബി, മിർസ ഗുലാം അഹമ്മദ്. All India Harijan Sangh was founded by answer option D, Mahatma Gandhi. The famous work Satyartha Prakash was written by answer option C, Dayananda Saraswati. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. തന്നിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ് വാസ് റിട്ടൺ ബൈ രാജാറാം മോഹൻ റോയ്. ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ബ്രഹ്മസമാജ് വാസ് ഫൗണ്ടഡ് ഇൻ 1814. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ബിക്കോസ് ബ്രഹ്മസമാജ് സ്റ്റാർട്ട് ചെയ്ത ഇയർ 1828 ആണ്, 1828. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഈസ് കറക്റ്റ്. സോ ആൻസർ ഓപ്ഷൻ എ. മാർക്ക് ദി ഇൻകറക്റ്റ് പെയർ ഫ്രം ദി ഫോളോയിങ്. തന്നിട്ടുള്ള പെയറിൽ ഏതാണ് ഇൻകറക്റ്റ്? പ്രാർത്ഥന സമാജ്, ആത്മാറാം പാണ്ഡുരംഗ് കറക്റ്റാണ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് ഈസ് ഫൗണ്ടഡ് ബൈ ഹെൻറി വിവിയൻ ഡെറോസിയോ, അതും കറക്റ്റാണ്. ദ സെർവൻറ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി BM മലബാറി. സോ സി ഇൻകറക്റ്റ് ആണ്. സോ സെർവൻറ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അതിൻ്റെ ഫൗണ്ടർ. സോഷ്യൽ സർവീസ് ലീഗ് നാരായൺ മൽഹർ ജോഷി. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. മാർക്ക് ദി കറക്റ്റ് പെയർ ഫ്രം ദി ഫോളോയിങ്. തന്നിട്ടുള്ള താഴെയുള്ള പെയറിൽ ഏതാണ് കറക്റ്റ് പെയർ? ദേവസമാജ് ശിവനാരായൺ അഗ്നിഹോത്രി കറക്റ്റാണ്. ദേവസമാജ് ഫൗണ്ടഡ് ബൈ ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ധർമ്മസഭ തുളസിറാം തെറ്റാണ്. ധർമ്മസഭ രാധാകാന്ത ദേവിൻ്റെയാണ്. രാധാകാന്ത ദേവാണ് ധർമ്മസഭ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഫൗണ്ടഡ് ബൈ രാധാകാന്ത ദേവ്. SNDP കേളപ്പൻ is wrong answer, and Radha Swami movement is also wrong pair. So answer option A, Deva Samaj. Next question, United Patriotic Association. United Patriotic Association was founded by answer option B, Syed Ahmad Khan. Partition of Bengal was repealed by. Partition of Bengal was done by Lord Curzon ആണ്. Partition of Bengal repealed by, ക്യാൻസൽ ചെയ്തത് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോർഡ് ഹാർഡിഞ്ച് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബുക്ക് നവമഞ്ജരി റിട്ടൺ ബൈ ശ്രീനാരായണ ഗുരു ഇൻ ദി റെസ്പെക്ട് ഓഫ് ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഓപ്ഷൻ എ,
ചട്ടമ്പി സ്വാമികളുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ചട്ടമ്പി സ്വാമികളുടെ ബഹുമാനാർത്ഥമാണ്. അതിനോടുള്ള ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു വർക്കാണ് നവമഞ്ചരി എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. വീണപൂവ് was published for the first time in the answer option B, മിതവാദി. മിതവാദി മാഗസീനിലാണ് ആദ്യമേ വീണപൂവ് പബ്ലിഷ് ചെയ്തത്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പിഡിയറി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കുര്യാക്കോസ് ഏലിയസ് ചവറ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അരയ സമാജം വാസ് ഫൗണ്ടഡ് ബൈ വേലുക്കുട്ടി അരയൻ. റോങ് സ്റ്റേറ്റ്മെൻറ്റ്, ബിക്കോസ് അരയ സമാജം വാസ് ഫൗണ്ടഡ് ബൈ പണ്ഡിറ്റ് കറുപ്പനാണ്. സോ only one statement is correct. First statement is correct. Option A. Sudeshabhimani Ramakrishna Pillai was arrested and deported from Travancore. സുദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ട്രാവൻകൂറിൽ നിന്ന് നാട് കടത്തിയത് ഏത് സമയത്താണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി, 26 സെപ്റ്റംബർ 1910. 1910 സെപ്റ്റംബർ 26 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാന്ന റിവോൾട്ട് 1859 മെയിൻലി ഇൻറ്റൻഡഡ് ഫോർ. ചാന്ന റിവോൾട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റൈറ്റ് ഓഫ് വിമൻ ടു വിയർ അപ്പർ ബോഡി ക്ലോത്ത്സ്. ഇബദത്ത് ഖന്ന അറ്റ് ഫത്തേപൂർ സിക്രി. ഇബദത്ത് ഖന്ന അറ്റ് ഫത്തേപൂർ സിക്രി വാസ് ആൻസർ ഓപ്ഷൻ സി, the hall in which Akbar held discussions with scholars of various religions. അപ്പോൾ ഇബദത്ത് ഖന്ന എന്ന് പറയുന്നത് അക്ബർ മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരുമായി ചർച്ച ചെയ്യുന്നതിന്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് അക്ബർ പണി കഴിപ്പിച്ച ഒരു പ്ലേസാണ് ഇബദത്ത് ഖന്ന. ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 32. Which monument was built by Akbar in the memory of victory in Gujarat war? ഗുജറാത്ത് യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി അക്ബർ ബിൽഡ് ചെയ്തത് ഏത് മൊനുമെൻ്റ് ആണെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി, ബുലന്ദ് ദർവാസ. ഷാലിമാർ ഗാർഡൻ അറ്റ് ശ്രീനഗർ was raised by answer option B, Jahangir. Humayun Nama was written by answer question number 34. Humayun Nama was written by answer option D ആണ്, ഗുൽബാദൻ ബീഹം. In the context of administration, Ashtapradhan refers to answer option A, internal ministry of Shivaji Maharaj. ഛത്രപതി ശിവജിയുടെ ഇന്റേണൽ മിനിസ്ട്രിയെയാണ് അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത്. Which of the following pair relating to 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഈസ് കറക്റ്റ്? 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട്
താഴെയുള്ള തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഡൽഹി സെൻറ്റർ ഓഫ് റിവോൾട്ട് ആയിരുന്നു. അതിനെ ലീഡ് ചെയ്തത് ജനറൽ ഭക്ത് ഖാൻ. കറക്റ്റ് ഓപ്ഷനാണ്. ബീഹാർ നാനാ സാഹിബ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ അത് റോങ് ആണ്. ബീഹാർ കുൻവർ സിംഗ് ആണ്. സോ ഝാൻസിയിൽ നിന്ന് ഝാൻസി റാണിയാണ് ലീഡ് ചെയ്തത്. കാൺപൂരിൽ നിന്ന് നാനാ സാഹിബാണ്. ബിയും സിയും ഡിയും റോങ് ഓപ്ഷൻസ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എ. ദ ബുക്ക് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് റിട്ടൺ ബൈ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ബുക്ക് എഴുതിയത് ഓപ്ഷൻ ഡി വി ഡി സവർക്കർ ആണ്. In 1866, East India Association was founded by option A, Dadabhai Naoroji. Bara dacoity was organized by, answer option D, Pulindas. The journals Kesari and Maratha was published by, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിക്കോസ് ഓപ്ഷനിൽ വി ഡി സവർക്കർ, സുഭാഷ് ചന്ദ്രബോസ്, ഡി കെ കാർവേ കറക്റ്റ് ഓപ്ഷൻസ് ഇല്ല, കറക്റ്റ് ആൻസർ ഇല്ല. കറക്റ്റ് ആൻസർ ബാലഗംഗാധര തിലകനാണ് കേസരയും മറാഠയും പബ്ലിഷ് ചെയ്തത്. സോ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി അബോവ്. സരോജിനി നായിഡു became the first Indian women president of Indian National Congress during. സരോജിനി നായിഡു ഇന്ത്യയുടെ ആദ്യത്തെ വനിത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിത ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്നു. അത് ഏത് സെഷനിലാണ് ആയത്, ഏത് കോൺഗ്രസ് സെഷനിലാണ് ആയതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. കാൺപൂർ സെഷനിലാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ ആദ്യത്തെ വിമൻ പ്രസിഡൻ്റ് ആയത്. അതിനു മുമ്പ് ആനി ബെസൻ്റ് ആയിരുന്നു വിമൻ പ്രസിഡൻ്റ് ആയിരുന്നു. ഫസ്റ്റ് വിമൻ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആനി ബെസൻ്റ് ആണ്. പക്ഷേ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ സരോജിനി നായിഡു ആണ് ഡ്യൂറിങ് കാൺപൂർ സെഷൻ. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. The Gaddar Party was a revolutionary group organized by, answer option C, Lala Hardayal. The journal Indian Sociologist എന്നുള്ള ജേണൽ പബ്ലിഷ് ചെയ്തത് ലണ്ടനിൽ നിന്നും ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ആൻസർ ഓപ്ഷൻ എ. Which incident in Indian history prompted Gandhi to revoke non-cooperation movement? non-cooperation movement ഗാന്ധിജി പിൻവലിക്കാനിടയായിട്ടുള്ള കാരണം, ഏത് ഇൻസിഡൻറ്റ് മൂലമാണ് അദ്ദേഹം അത് പിൻവലിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, ചൗരി ചൗര ഇൻസിഡൻറ്റ്. The Rowlatt Act was enacted at the time of, answer option A, Lord Chelmsford. Which of the following newspaper was published by Gandhiji? ഗാന്ധിജി പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പർ ഏതാണെന്നാണ് ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യൻ ഒപ്പീനിയൻ. The Jallianwala Bagh massacre was happened on, answer option A, April 13, 1919. Next question. During Dash Satyagraha, Sardar Vallabhbhai Patel became the Gandhi follower. സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിയുടെ ഫോളോവറായി മാറിയത് ഏത് സത്യാഗ്രഹത്തിന് ശേഷമാണ്? ആൻസർ ഓപ്ഷൻ ബി, ഖേദ സത്യാഗ്രഹ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫേമസ് നോവൽ ബന്ദി ജീവൻ വാസ് റിട്ടൺ ബൈ. ആൻസർ ഓപ്ഷൻ ഡി, സച്ചിൻ സന്യാൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യൻ നമ്പർ 50. രാം പ്രസാദ് ബിസ്മിൽ, റോഷൻ സിംഗ്, അഷ്ഫഖുള്ള, രാജേന്ദ്ര ലാഹിരി were hanged by British in the case of ഏത് കേസിലാണ് രാം പ്രസാദ് ബിസ്മിലിനെയും റോഷൻ സിംഗിനെയും അഷ്ഫഖുള്ള, രാജേന്ദ്ര ലാഹിരി എന്നിവരെ ബ്രിട്ടീഷ് തൂക്കിലേറ്റിയത്? ആൻസർ ഓപ്ഷൻ സി, കഗോരി റോബറിയാണ്. സോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.